ഇടുക്കി വള്ളക്കടവിൽ വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. വള്ളക്കടവ് പൊന്നഗർ കോളനിക്ക് സമീപമാണ് കടുവയെ കണ്ടത്. വനപാലകർ എത്തി വെടിയൊച്ച കേൾപ്പിച്ച് കടുവയെ കാട്ടിലേക്ക് തുരത്തി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, എപ്പോഴാണ് സംഭവം? വിശദാംശങ്ങൾ. തോട്ട മേഖലയിലാണ് കണ്ടെത്തിയത്. ഇത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിന് സമീപമുള്ള വള്ളക്കടവ് എന്ന പ്രദേശത്തിന് സമീപത്താണ് ഈ തോട്ട മേഖല. അവിടെ പൊന്നഗർ കോളനി എന്നൊരു കോളനി ഉണ്ട്. ഈ കോളനിക്ക് സമീപത്തായാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് തോട്ട മേഖലയാണ്, തേയിലത്തോട്ട മേഖലയാണ്. ഇവിടെ നിന്ന് ആളുകൾ ഈ കടുവയെ കാണുകയും പിന്നീട് വനപാലകരെ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെ വനപാലകർ എത്തിയ ശേഷമാണ് വെടിവെച്ച് കേൾപ്പിച്ച് കടുവയെ കാട്ടിനുള്ളിലേക്ക് അയക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഇതിനൊരു തൊട്ടടുത്ത് തന്നെയാണ് പെരിയാർ ടൈഗർ റിസർവ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ നിരവധി കടുവ അവിടെ ഉള്ളതാണ്. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്ക് ഇതിങ്ങനെ കടുവ ഇപ്പോൾ എത്തുന്നത് ഇതാദ്യമായാണ്. ഇത് പൊന്നഗർ കോളനി എന്ന കോളനിക്ക് സമീപത്താണ് ഈ കടുവയെ കണ്ടെത്തിയത്. ഇത് ഇവിടെ തോട്ട മേഖലയാണ്, തേയിലത്തോട്ടം ആണ്. തേയിലത്തോട്ടത്തിനിടയിലാണ് ഈ കടുവയെ കണ്ടത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. തൊഴിലാളികളൊക്കെയും രാവിലെ മുതൽ തന്നെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ജോലിക്ക് ഇറക്കുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു സാന്നിധ്യം കണ്ടത് വലിയ ഭയപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവർ വനപാലകരെ വിവരം അറിയിച്ച് അവർ അവിടെ എത്തുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് വെടിവെച്ച് കേൾപ്പിച്ച ശേഷം ഈ കടുവയെ ഉൾവനത്തിലേക്ക് വിടുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഒരു ഭീതിയിലാണ്. കാര്യം എപ്പോൾ വേണമെങ്കിലും ഇങ്ങനൊരു ഇത് കടുവ ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ ഇനിയും തുടർന്ന് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കയും ആ പ്രദേശവാസികൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ RRT സംഘത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുജീഷ്.